പേഴ്സൻറ്റേജ് ഗ്രോത്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സൂപ്പർ മാർക്കറ്റിലെ ഡിഫറെൻറ്റ് സെക്ഷനുകളിലെ പ്രീവിയസ് മന്തിലെ സെയിലും കറണ്ട് മന്തിലെ സെയിലിലും വന്നിട്ടുള്ള മാറ്റം എത്ര പേഴ്സൻറ്റേജ് ആണ് എന്ന് കാണിക്കുന്നതായിട്ടാണ് ഇന്ന് നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. സോ അതിൽ ഐറ്റം വന്ന് ഇലക്ട്രോണിക്സ്, ഗാർമെൻറ്റ്സ്, ടോയ്സ്, ഫ്രൂട്ട് എല്ലാം ഉണ്ട്. അത് പ്രീവിയസ് മന്തിൽ 11,000 ആയിരുന്നു, കറണ്ട് മന്തിൽ 13,000 ആയിരുന്നു. അപ്പോൾ അത് എത്ര പേഴ്സൻറ്റേജ് വളർച്ചയാണ് അതിന് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫോർമുല വന്ന് എന്താണെന്ന് വെച്ചാൽ കറണ്ട് മന്ത് സെയിൽ ഡിവൈഡഡ് ബൈ പ്രീവിയസ് മന്ത് സെയിൽ -1 × 100. ഇതാണ് അത് കണ്ടുപിടിക്കാനുള്ള അതിൻ്റെ ഫോർമുല. ഇത് നിങ്ങൾക്ക് എല്ലാ മേഖലയും ഏത് മേഖലയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഞാൻ ഇത് മാത്രം കാണിച്ചു. ഇപ്പോൾ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അയാളുടെ സ്റ്റോക്ക് അയാൾ ബൈയിങ് പ്രൈസ് എത്രയോ അത് ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്തോ അതിൻ്റെ ഡിഫറൻസ് ഇനി ഒരു സ്റ്റുഡൻസിൻ്റെ കഴിഞ്ഞ മാസത്തെ മാർക്കും ഈ മാസത്തെ മാർക്ക് എത്ര പേഴ്സൻറ്റേജ് മാറ്റമുണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയൊന്ന് നോക്കാം. സോ പേഴ്സൻറ്റേജ് ഗ്രോത്ത് അതോ അതിൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈക്വൽ ഡിവൈഡഡ് ബൈ ഈക്വൽ ദ കറണ്ട് മന്ത് സെയിൽ ഡിവൈഡഡ് ബൈ പ്രീവിയസ് മന്ത് സെയിൽ -1. എന്നിട്ട് ഇതിൽ ജസ്റ്റ് നമ്മൾ സെല്ലിൻ്റെത് പേഴ്സൻറ്റേജ് ജസ്റ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ എത്ര പേഴ്സൻറ്റേജ് ഗ്രോത്താണ്? 18% ഗ്രോത്താണ് ഇവിടെ വന്നിട്ടുള്ളത്. ജസ്റ്റ് അത് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ദ ടോയ്സ് സെക്ഷനിൽ 9,000 രൂപയുടെ സെയിലാണ് ഉണ്ടായിരുന്നത്. അത് ഈ മാസം 7,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് -22%. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.